ചേച്ചി, ഞാൻ ചന്ദ്രത്തേക്ക് പോവാ. ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് ഇപ്പൊ അയാൾ അച്ഛനെ നേർക്കായി. അയാളുടെ ദുഷ്ടത ഞാനിത് ചോദിക്കും. മോളെ, എനിക്കറിയാം ചേച്ചി ആകെ സമനില തെറ്റി നിൽക്കുവന്ന്. ഞാൻ പറഞ്ഞത് കള്ളൊന്നു പോലും ചേച്ചി വിചാരിക്കുന്നുണ്ടാവും. ഗിരീഷ് ഏട്ടൻ നന്ദേട്ടനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ പറയുക. പക്ഷെ ആര് വിചാരിച്ചാലും ഇനി അയാളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. പാവം നമ്മുടെ അച്ഛനെ അടിച്ചു വീഴ്ത്തിട്ട് അവൻ ഇനി അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോവാ. ശാരി, എന്താ ചേച്ചി? നീ എങ്ങോട്ടും പോണ്ട. അത് കൊള്ളാം. അകത്ത് ബോധമില്ലാതെ കിടക്കുന്നതേ നമ്മുടെ അച്ഛനാ. അത് മറക്കരുത്. ചേച്ചിക്ക് നന്ദേട്ടനോട് ഇപ്പോഴും എവിടെയോ ഒരു സ്നേഹവും ബന്ധവും ഒക്കെ കാണുമായിരിക്കും. ചേച്ചി പണ്ടേ ഒരു മണ്ടിയാണല്ലോ. എനിക്കാരെയും പേടിയില്ല. ചന്ദ്രോത്ത് കുടുംബത്തെ പ്രതാപമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പകരത്തിന് പകരം ചെയ്യും ഞാൻ. എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ഉണ്ടാവും കൂടെ. അയാളുടെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതേ ആശുപത്രി തന്നെ കൊണ്ടുവരട്ടെ. അച്ഛന്റെ അടുത്ത ബെട്ടി തന്നെ എത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. ചേച്ചി കാത്തിരുന്നോ? അമ്മയോടും ഗിരീഷ് ഏട്ടനോടും ഒക്കെ പറഞ്ഞേക്ക് ഇങ്ങോട്ട് ചെയ്തതിന് പകരം ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന്. നിക്ക്. നീ ഇങ്ങോട്ടും പോകുന്നില്ല. എന്താ? നീ ഇവിടുന്ന് ഒരിടത്തോട്ടും പോകുന്നില്ലാന്ന്. എന്ന് വെച്ചാ? അകത്ത് കിടക്കുന്നതേ നിന്റെ മാത്രം അച്ഛനല്ല, ഞാനാ മൂത്ത മോള്. എന്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് മാത്രം തെറ്റുകളൊക്കെ ഇല്ലാതാവുന്നില്ല. ചോദ്യവും പറച്ചിലൊക്കെ ഞാൻ ആയിക്കോളാം. ചേച്ചി, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. പൊറുക്കാൻ പറ്റാത്തതൊക്കെ ക്ഷമിച്ചിട്ടുള്ളവളാ ഞാൻ. ഇത് പക്ഷേ എന്റെ അച്ഛന്റെ കാര്യ വിടില്ല ഞാൻ. ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേക്കണത്? നന്ദകുഞ്ഞ് മാധവനെ തല്ലി അപകടപ്പെടുത്തിയെന്നോ? മാധവനങ്കിളിനെ നന്ദൻ തല്ലിയെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കൊരൽപ്പം പ്രയാസം കാണും. കാരണം നന്ദൻ പ്രഭക്കുഞ്ഞിന്റെ മോനാണല്ലോ. പ്രഭക്കുഞ്ഞിന്റെ മോൻ തെറ്റുകാരനാവില്ലല്ലോ. നന്ദനെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ ദേവിക ആളെ വിട്ട് തല്ലിച്ചു എന്ന് പോലും അമ്മ ചിലപ്പോ പറഞ്ഞു കളയും. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. രാഷ്ട്രീയക്കാരി അവള്. ശത്രുക്കളെ ഒതുക്കാനും സ്വന്തം മുഖം നന്നാക്കാനും എന്തടവും അവള് കാണിക്കും.